അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിനെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി ഇന്റലിജൻസ് വൃത്തങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വിഷം ഉള്ളിൽ ചെന്ന് ദാവൂദ് ഇബ്രാഹിമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നായിരുന്നു റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഒരു പാകിസ്ഥാൻ യൂട്യൂബർ പങ്കുവച്ച വീഡിയോയാണ് ദാവൂദ് ഇബ്രാഹിമിന്റെ ആരോഗ്യനില മോശമാണെന്ന തരത്തിലുള്ള പ്രചാരണം കൂടുതൽ ശക്തമാക്കിയത്. ഇതിനെ പാകിസ്ഥാനിലെ പെട്ടെന്നുള്ള ഇന്റർനെറ്റ് നിരോധനവുമായി ബന്ധപ്പെടുത്തിയായിരുന്നു വീഡിയോ. എന്നാൽ അധികൃതർ ഈ അവകാശവാദങ്ങൾ തള്ളിക്കളയുകയാണ്. പ്രതിപക്ഷമായ പാകിസ്ഥാൻ തെഹ്രീകെ ഇൻസാഫിന്റെ വെർച്വൽ മീറ്റിംഗിനെ തുടർന്നാണ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി തടസ്സപ്പെട്ടതെന്നായിരുന്നു ഇവരുടെ വാദം. ആഗോള ഇന്റർനെറ്റ് സ്വാതന്ത്ര്യം നിരീക്ഷിക്കുന്ന ഇന്റർനെറ്റ് വാച്ച്ഡോഗ് ആയ നെറ്റ്ബോക്സ് ആണ് ഞായറാഴ്ച വൈകുന്നേരം ഏകദേശം 7 മണിക്കൂറോളം പാകിസ്ഥാനിലെ പ്രധാന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി വെളിപ്പെടുത്തിയത്. എന്നാൽ ഇത് PTIയുടെ വെർച്വൽ മീറ്റിംഗിനെ തുടർന്നാണെന്ന് വാദം ഉയർന്നിട്ടുണ്ട്. ദാവൂദ് ഇബ്രാഹിമിനെ ആശുപത്രിക്കുള്ളിൽ കർശന സുരക്ഷയിലാണ് പാർപ്പിച്ചിരിക്കുന്നതെന്നും ഉന്നത അധികാരികൾക്കും അദ്ദേഹത്തിന്റെ അടുത്ത കുടുംബാംഗങ്ങൾക്കും മാത്രമേ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂവെന്നും വാർത്തകൾ പ്രചരിച്ചിരുന്നു. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ബന്ധുക്കളായ അലീഷ പാർക്കർ, സാജിദ് ബാഗ്ലെ എന്നിവരിൽ നിന്ന് കണ്ടെത്താൻ മുംബൈ പോലീസ് ശ്രമിക്കുന്നതായും സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. രണ്ടാം വിവാഹത്തിന് ശേഷം ദാവൂദ് കറാച്ചിയിൽ താമസിച്ചു വരികയാണെന്ന് സഹോദരി ഹസീന പാർക്കറുടെ മകൻ ജനുവരിയിൽ ദേശീയ അന്വേഷണ ഏജൻസിയോട് പറഞ്ഞിരുന്നു. പാകിസ്ഥാനിലെ പത്താൻ കുടുംബത്തിൽ നിന്നുള്ള യുവതിയാണ് ദാവൂദ് രണ്ടാമത്തെ വിവാഹം കഴിച്ചിരുന്നത്. രണ്ടാം വിവാഹം കഴിഞ്ഞതിനു ശേഷം ദാവൂദ് തന്റെ ആദ്യ ഭാര്യ മഹ്ജബീനുമായി വിവാഹമോചനം നേടിയിട്ടില്ലെന്നും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതേസമയം രണ്ടാം വിവാഹം ദാവൂദിന്റെ ഒരു തന്ത്രമാണെന്നാണ് അന്വേഷണ ഏജൻസി പറഞ്ഞത്. ആദ്യ ഭാര്യ മഹ്ജബീനിൽ നിന്നും അന്വേഷണ ഏജൻസിയുടെ ശ്രദ്ധ തിരിക്കാനാകാം ഇതെന്നും വിവരമുണ്ട്. 2022 ജൂലൈയിൽ ദുബായിൽ വെച്ചാണ് ആദ്യ ഭാര്യ മഹ്ജബീനെ ദാവൂദ് ആദ്യമായി കാണുന്നത്. രണ്ടാം വിവാഹത്തിന്റെ വിവരം മഹ്ജബീനാണ് തന്നോട് പറഞ്ഞതെന്നും അലീഷ വെളിപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ദാവൂദ് ഇബ്രാഹിം പ്രത്യേക വിഭാഗം രൂപീകരിച്ചത് സംബന്ധിച്ച് കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത കേസിലാണ് NIAയുടെ ചോദ്യം ചെയ്യൽ നടന്നത്. ദാവൂദ് ഇബ്രാഹിമിന്റെ ഏറ്റവും പുതിയ വിലാസവും അലീഷ വെളിപ്പെടുത്തുകയുണ്ടായി. അലീഷയുടെ പ്രസ്താവന പ്രകാരം ദാവൂദ് ഇബ്രാഹിം ഇപ്പോൾ കറാച്ചിയിലെ ഡിഫൻസ് ഏരിയയിലെ അബ്ദുള്ള ഗാസി ബാബ ഗർദയ്ക്ക് പിന്നിലെ റഹീം ഫാക്കിക്ക് സമീപമാണ് താമസിക്കുന്നത്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും ദാവൂദ് ഇബ്രാഹിം കുടുംബവും നിരവധി പതിറ്റാണ്ടുകളായി പാകിസ്ഥാനിൽ തുടരുകയാണ്. ഡി കമ്പനി നേതാവായ ദാവൂദും സഹായി ഫാറൂഖും തമ്മിലുള്ള കോളുകളിൽ നിന്നാണ് ഇവരുടെ ജീവിത രീതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ജിദ്ദയിലെ ഒരു സ്റ്റോറിൽ നിന്ന് തനിക്ക് ലൂയി വിറ്റൺ ഷൂസ് വാങ്ങാൻ ഇബ്രാഹിം ഫാറൂഖിനോട് നിർദ്ദേശിക്കുന്നുണ്ട്. ഷൂസിന്റെ സൈസ് 49 ആണെന്നും അത് 9 പരിഗണിക്കണമെന്നും സംഭാഷണത്തിലൂടെ പറയുന്നതും വ്യക്തമാണ്. 2003 ഇന്ത്യയും US-ഉം ദാവൂദ് ഇബ്രാഹിമിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. പിടികൂടാൻ സഹായിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് $25 മില്യൺ പാരിതോഷികവും US പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നിട്ടും പതിറ്റാണ്ടുകളായി പിടിക്കപ്പെടാതെ ഒളിവി ജീവിതം തുടരുകയാണ് ദാവൂദ് ഇബ്രാഹിം. ഇന്ത്യ തേടുന്ന മോസ്റ്റ് വാണ്ടഡ് ഗാങ്സ്റ്റർ ദാവൂദ് ഇബ്രാഹിം മരിച്ചെന്നോ ഗുരുതരാവസ്ഥയിലാണെന്നോ ഒക്കെ പലതവണ അഭ്യൂഹങ്ങൾ പരന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് വിഷബാധയേറ്റെന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ട്. 1993 മുംബൈ സ്ഫോടനത്തിന്റെ സൂത്രധാരനായ ദാവൂദ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിഗൂഢ ജീവിതം തുടരുകയാണ്. ദാവൂദ് കറാച്ചിയിലുണ്ടെന്നുള്ളതിന് നിഷേധിക്കാനാവാത്ത തെളിവുകളുണ്ടെന്ന് നേരത്തെ ഇന്ത്യ അറിയിച്ചിരുന്നു. ദാവൂദ് ഇബ്രാഹിം കോവിഡ് ബാധിച്ച് മരിച്ചു, ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു എന്നെല്ലാം പലതവണ അഭ്യൂഹം പരന്നിരുന്നു. അതേസമയം ദാവൂദിന്റെ ഗ്യാങ് ഇതെല്ലാം നിഷേധിക്കുകയും ജീവനോടെ ഉണ്ടെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. 1970കളിൽ തുടങ്ങിയ ദാവൂദിന്റെ ഡി കമ്പനി കൊലപാതകം, പണം തട്ടൽ, മയക്കുമരുന്ന് കടത്ത് എന്നിങ്ങനെ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 2003 ഇന്ത്യയും US-ഉം ദാവൂദ് ഇബ്രാഹിമിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായിരുന്നു. ദാവൂദ് ഇബ്രാഹിമിന്റെ കാൽ മുറിച്ചു മാറ്റിയെന്നാണ് 2016 പരന്ന കിംവദന്തി. ഇയാൾ ഹൃദയാഘാതം മൂലം മരിച്ചതായി 2017 റിപ്പോർട്ടുണ്ടായിരുന്നു. ബ്രെയിൻ ട്യൂമർ ബാധിച്ചെന്നും അഭ്യൂഹം പരന്നിരുന്നു. എന്നാൽ 2020 ദാവൂദും ഭാര്യയും കോവിഡ് ബാധ മരിച്ചെന്ന് റിപ്പോർട്ടുകൾ വീണ്ടും പുറത്തു വന്നത്. എന്നാൽ ഇതെല്ലാം തള്ളി ദാവൂദിന്റെ ഗ്യാങ് നിഷേധിച്ചും രംഗത്തെത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഗുരുതരാവസ്ഥ റിപ്പോർട്ടും അനുയായി ഛോട്ടാ ഷക്കീൽ തള്ളിയിട്ടുണ്ട്. ദാവൂദ് 100% ഫിറ്റാണെന്ന് ഛോട്ടാ ഷക്കീൽ പറഞ്ഞതായി ഒരു വാർത്താമാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദാവൂദ് ഇബ്രാഹിം വിഷമുള്ളിൽ ചെന്ന് കറാച്ചിയിൽ ചികിത്സയിലാണെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ദാവൂദ് ഇബ്രാഹിമിന്റെ വാർത്ത ദുരുദ്ദേശത്തോടെ കാലാകാലങ്ങളിൽ പരക്കുന്ന കിംവദന്തി മാത്രമാണെന്നും ഛോട്ടാ ഷക്കീൽ വ്യക്തമാക്കിയിട്ടുണ്ട്.